അത് ഓരോരുത്തരും അതിനെ നോക്കുന്നത്, അതിനെ കയറി വിശകലനം ചെയ്യുന്നത് പല രീതിയിലായിരിക്കും. അപ്പോൾ ഒരാൾ കാണാത്തത് മറ്റൊരാൾ കണ്ടിരിക്കാം. അതാണ് അതിന്റെ ശരിയായ കാര്യം. ഞാൻ അജീഷ് നാരായണൻ. റിയൽറ്റിയുടെ പുതിയ പോഡ്കാസ്റ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ശരിയാണ്, പക്ഷെ ഇതൊരു വാലിഡ് പോയിന്റ്. അത് ഇതുപോലുള്ള കാര്യങ്ങൾ നമ്മൾ ശരിക്കും നമ്മൾ തന്നെ ഞെട്ടിപ്പോകും ചില കാര്യങ്ങൾ നമ്മുടെ മുമ്പിൽ വരുമ്പോൾ. അങ്ങനെ ഒരുപാട് ഇഷ്യൂസ് നമ്മുടെ മുമ്പിൽ വരാറുണ്ട്. ഇപ്പോൾ നമുക്കറിയാം, പലപ്പോഴും മുൻ ആധാരങ്ങളുടെ ഡോക്യുമെന്റിൽ ഒറിജിനൽ നഷ്ടപ്പെട്ടവരൊക്കെ നമ്മുടെ അടുത്ത് വരാറുണ്ട്. ചിലപ്പോൾ ആധാരം നഷ്ടപ്പെട്ട് വരാറുണ്ട്. ഈ ആധാരം നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് ലോൺ എടുക്കാൻ പറ്റുമോ? ആധാരം ശരിക്കും നമ്മളുടെ ഡീഡ് നഷ്ടപ്പെട്ടാൽ ലോൺ എടുക്കാൻ പറ്റും. അതൊരു കോടതിയുടെ വേതനാധികാരമാണ്. നമ്മൾക്കത് നഷ്ടപ്പെട്ടു എന്ന് നമ്മുടെ ഭരണകൂടത്തെ ധരിപ്പിക്കുകയും അതിനൊരു കോടതി ഉത്തരവ് സഹിതം നമ്മൾക്ക് അതിൻ്റെ പേപ്പർ ശരിയാക്കി എടുക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ലോൺ എടുക്കാൻ പറ്റും. അത് ഓരോരുത്തരും അതിനെ നോക്കുന്നത്, അതിനെ കയറി വിശകലനം ചെയ്യുന്നത് പല രീതിയിലായിരിക്കും. അപ്പോൾ ഒരാൾ കാണാത്തത് മറ്റൊരാൾ കണ്ടിരിക്കാം. അതാണ് അതിൻ്റെ ശരിയായ കാര്യം. ഇതിനും നിയമം കൃത്യമായിട്ട് അതിന് പരിഹാരം നിർവഹിച്ചിട്ടുണ്ട്. പക്ഷെ അത് കൃത്യമായിട്ട് അറിയുകയാണെങ്കിൽ ഈ പ്രോപ്പർട്ടി ആയിട്ട് ബന്ധപ്പെട്ട എന്ത് വിഷയങ്ങളും നമുക്ക് പരിഹരിക്കാൻ കഴിയും. അത് കൃത്യമായ കാര്യമാണ്, നിയമപരമായിട്ട് നമുക്ക് പരിഹരിക്കാൻ കഴിയും. നമുക്ക് ഇനിയുണ്ടല്ലോ, ഇനി നമുക്ക് എന്തൊക്കെ ലോണുകൾ, ഇപ്പം നമ്മൾ ഹോം ലോൺ മാത്രമേ പറഞ്ഞുള്ളൂ, കൊമേഴ്ഷ്യൽ പ്രോപ്പർട്ടീസ് ഉണ്ട്, ഇനിയത്തൊരു ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റിയാണ് വെയർ ഹൗസുകൾ, അതുപോലെ റെന്റൽ ഇൻകം കിട്ടുന്ന ഹോസ്റ്റലുകൾ, അങ്ങനത്തെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉള്ള സാധനങ്ങളുണ്ട്. കാരണം കാക്കനാട്, ചോറ്റാനിക്കര, പുക്കാട്ടുപടി, പള്ളിക്കര ഈ മേഖലകളെല്ലാം ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുന്നതാണ്. തേർഡ് ഫേസ്, അതായത് ഇൻഫോ പാർക്കിന്റെ തേർഡ് ഫേസ് പുക്കാട്ടുപടി സൈഡിലോട്ട് വരുന്നുണ്ട്. സോ ഇപ്പം ഈ മേഖലകളിലേക്ക് വരുന്ന ഡെവലപ്മെന്റ്സ് വെച്ചിട്ട് കൊമേഴ്ഷ്യൽ ഡെവലപ്മെന്റിന് ഒരുപാട് പേര് വരുന്നുണ്ട്. എല്ലാവരുടെ അടുത്തും ചിലപ്പോൾ റെഡി ഫണ്ട് എടുക്കണമെന്നും ഉണ്ടാവില്ല. ഒരു ഹോസ്റ്റൽ ചെയ്ത് റെന്റ് ഔട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതൊരു കൊമേഴ്ഷ്യൽ കൺസ്ട്രക്ഷനാണ് വരിക. ശരിയല്ല, ഒരു വെയർ ഹൗസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതൊരു ഹ്യൂജ് ആണ്. കൊമേഴ്ഷ്യൽ ഒരു ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ സംഗതികൾ നമുക്ക് ചെയ്യാൻ പറ്റും. ഞാനത് പറഞ്ഞപ്പോൾ ആലോചിച്ച്, ഞാൻ കുറച്ച് ആളുകൾക്ക് വൈറ്റിലൊരു ഒരു കൊമേഴ്ഷ്യൽ പ്രോപ്പർട്ടി വാങ്ങാനായിട്ട് ഒരു വ്യക്തി വന്നു. അദ്ദേഹം വാങ്ങുന്ന സമയത്ത് വലിയൊരു എമൗണ്ടിൻ്റെ ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ ആ ബിൽഡിങ്ങിലുണ്ടായിരുന്ന റെന്റ് വരുന്നത് ബാങ്കിലായിരുന്നു, അദ്ദേഹത്തിൻ്റെ ഉടമസ്ഥൻ്റെ. അപ്പോൾ അതിനെ എലിജിബിലിറ്റി ആയിട്ട് കണക്കാക്കിക്കൊണ്ട് അവർ അദ്ദേഹത്തിന് ലോൺ കൊടുത്തു. ഓക്കെ. അപ്പോൾ ഇതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. ചില സമയത്ത് ചിലപ്പോൾ നമ്മളുടെ സാലറി അല്ല, നമ്മളുടെ IT ഒന്നും ചിലപ്പോൾ ഈ EMI അടയ്ക്കാൻ കവറായിട്ട് വരാതിരിക്കും. ആ സമയത്ത് ഒരു കൊമേഴ്ഷ്യൽ ബിൽഡിംഗ് അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ഗോഡൗൺ ഒക്കെ ആണെങ്കിൽ അതിൻ്റെ വരുമാനം കൃത്യമായിട്ട് കഴിഞ്ഞ ഒരു 6 മാസമോ 1 വർഷമോ ബാങ്ക് അക്കൗണ്ടിലേക്കാണ് വരുന്നതെങ്കിൽ അത് ഇദ്ദേഹത്തിൻ്റെ പേരിലേക്ക് ഒരു എഗ്രിമെന്റ് വെച്ചുകൊണ്ട് അത് എലിജിബിലിറ്റി ആയിട്ട് കണക്കാക്കി ലോൺ ചെയ്യാൻ കഴിയും. എല്ലാ ബാങ്കുകളും ഇല്ല, പക്ഷെ പല ബാങ്കുകളും ചെയ്യും. അതൊരു ഭയങ്കര ഒരു തിരിച്ചറിവ്. അതെ, കുറെ നമ്മൾ അറിയാത്ത കുറെ കാര്യങ്ങളുണ്ട്. അത് ഈ പ്രത്യേകിച്ച് കൊമേഴ്ഷ്യൽ ബിൽഡിങ്ങിന്റെ കാര്യത്തിൽ ഇപ്പോൾ ഈ കൊമേഴ്ഷ്യൽ ബിൽഡിംഗ് നമുക്ക് ലോൺ ചെയ്യുക എന്ന് പറയുമ്പോൾ NRIസിന് ലോൺ ചെയ്യാൻ പറ്റുമോ? അങ്ങനത്തെ ഏതെങ്കിലും ബാങ്ക്സ് ഉണ്ടോ നിങ്ങളുടെ അറിവിൽ? NRIസിന് ഹോം ലോൺ ചെയ്യുന്നതിന് പ്രത്യേകിച്ച് പ്രശ്നങ്ങളില്ല. പക്ഷെ ഇപ്പോൾ ചില യൂറോപ്യൻ കൺട്രികളിൽ പോകുന്നവർക്ക് ലോൺ കൊടുക്കുന്നത് ചില ബാങ്കുകൾ നിർത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഹോം ലോൺ കൊടുക്കുന്നത് നിർത്തിയിട്ടുണ്ട്. അതിന്റെ കാരണം ഇതാണ്, പലരും പഠിക്കാനൊക്കെ ആയിട്ട് പോയിട്ട് അവിടെ ജോലിയൊക്കെ സ്ഥിരമായിട്ട് അവർക്ക് അല്ലെങ്കിൽ സ്ഥിരമായിട്ട് ജോബ് പെർമിറ്റ് ഉണ്ടാവില്ല. ഈ പെർമിറ്റ് ഉള്ള ആളുകൾക്ക് കൊടുക്കാൻ പറ്റില്ലേ? പക്ഷെ അങ്ങനെ ഒരു ചീറ്റ് വന്നത് കൊണ്ട് ചില രാജ്യങ്ങളെ തന്നെ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. യൂറോപ്പിലെ ചില രാജ്യങ്ങൾ തന്നെ അവിടെ ജോലി ചെയ്യുന്നവർക്ക് അത് അല്ലെങ്കിൽ മിനിമം ഇത്ര സാലറി, ഹൈ സാലറി വേണം എന്നുള്ള ചില നിബന്ധനകളൊക്കെ വെച്ചു. ഇപ്പോൾ 2 ലക്ഷം രൂപയൊക്കെ ആക്കിയിട്ടുണ്ട് പല രാജ്യങ്ങളുടെയും മിനിമം സാലറി. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഉള്ള ചില ആളുകൾക്ക് NRIകൾക്ക് ലോൺ കൊടുക്കാൻ പറ്റില്ല. മനസ്സിലായി. അങ്ങനെ ഒരു നിയമം വന്നിട്ടുണ്ട്. പക്ഷെ കൊമേഴ്ഷ്യൽ ബിൽഡിങ്ങിന്റെ കാര്യത്തിൽ ലോൺ കൊടുക്കാൻ പറ്റും. പക്ഷെ അവർക്ക് ഇന്ത്യയിൽ അവർക്ക് ആസ്തിയോ അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും വരുമാനമോ കാര്യങ്ങളൊക്കെ ഉണ്ടാവണം. അങ്ങനെയുള്ളവർക്ക് നമുക്ക് നൽകാൻ പറ്റും, ചെയ്യാൻ പറ്റും.